ഹേ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ഡേ 2 ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഡേ 1 അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഡേ 2-ൽ ഇന്ന് നമ്മൾ പോകാൻ പോകണമെന്ന് വെച്ചാൽ സൗത്തിലേക്കാണ്. സൗത്തിൽ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഓൾഡ് വാ ചർച്ച്, ഡോണപ്പോള വ്യൂ പോയിന്റ്, മിറാമർ ബീച്ച് കുറച്ചേ ഉള്ളൂ. കാരണം നമ്മൾ ഇത്ര കവർ ചെയ്തിട്ട് നമ്മൾ എന്തായാലും റിട്ടേൺ നമുക്കൊരു 5:30 ആകുമ്പോൾ വരണം. അത് കഴിഞ്ഞ് പിന്നെ ഡിന്നർ ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗെയ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പഞ്ചിം സിറ്റിയാണ്. നമ്മളപ്പോൾ പഞ്ചിം സിറ്റിയിൽ നിന്ന് കവർ ചെയ്ത് നേരെ ഫസ്റ്റ് പഞ്ചം സിറ്റിയിൽ കയറി അവിടെ നിന്ന് നേരെ ഡോണപ്പോള വ്യൂ പോയിന്റ്, മിറാമർ, മാർക്കറ്റ് ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ്, അത് കഴിഞ്ഞിട്ട് ഓൾഡ് വാ ചർച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഡയറക്റ്റ് റിട്ടേൺ ഡ്രോപ്പ്. അതോടുകൂടെ ഇന്നത്തെ ഡേ 2 നമ്മുടെ കംപ്ലീറ്റ് ആവും. നമ്മൾ പഞ്ചൻ സിറ്റിയിലോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് കാസിനോ ഏരിയ. കൂടുതലും കാസിനോ, ബോട്ട് പാർട്ടി, ക്രൂസ്, ഡിന്നർ ക്രൂസ് അങ്ങനത്തെ പല പരിപാടിയും നടക്കുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മൾ സിറ്റിയിലോട്ട് കയറാൻ നേരം ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ട്രീസ് ഇരുന്നിട്ട് കൂടെ ഫിലിം സിറ്റി പരിപാടിയൊക്കെ നടക്കുന്ന ഏകദേശം അവിടെ വെച്ചായിരുന്നു. കേസ് അപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഡോണപ്പോളയിലെത്തി. അപ്പോൾ നമ്മുടെ വലിയ ബസ് ആയതുകൊണ്ട് നേരെ അകത്തോട്ട് കയറ്റത്തില്ല. അപ്പോൾ ഒരു 800 മീറ്റർ നമുക്ക് വാക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നത് ഇതാണ് ആക്ച്വലി ഡോണപ്പോളയുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എൻട്രി സെക്ഷൻ. അപ്പോൾ നമുക്ക് അഡൾട്ടൊക്കെ ആകുമ്പോൾ ഒരു 50 രൂപ എൻട്രി ചാർജ്, പിള്ളേരൊക്കെ ആകുമ്പോൾ ഒരു 25 ചാർജസ് ഉണ്ട്. മുമ്പ് ഞാൻ വരാൻ നേരം ഇവിടെ ചാർജോ കാര്യങ്ങളോ, ഇപ്പോഴാണ് അവർ ചാർജ്. പിന്നെ നമുക്ക് ഇത്ര നടന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് എവിടെ ചെന്നാലും റേറ്റിന്റെ കാര്യത്തിൽ എവിടെ ചെന്നാലും നമ്മൾ ബാർഗനിങ് അതെന്തായാലും മുഖ്യം പിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. എവിടെ ചെന്നാലും എല്ലാ കൂട്ടത്തിലും കാണും ഇതേപോലെ ഏറ്റവും അവസാനം വരുന്ന കുറെ ടീം. അവരെ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞ് പയ്യെ ഏറ്റവും പുറകെ വരുന്നവരായിരിക്കും കേട്ടോ ലൈറ്റ് കേസ്. അപ്പം ഈ ഒരു വ്യൂ ഉണ്ടല്ലേ, അങ്ങോട്ട് നോക്കുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മല പോലെ കുറേ ഇത് കാണാം. ആക്ച്വലി അതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. അങ്ങനെ എപ്പോഴും കയറിയിട്ടൊന്നുമില്ല. കുറേ ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വരുന്നതിൻ്റെ റേറ്റൊക്കെ നോക്കി ചുമ്മാ കാണുമല്ലോ. നമ്മളാണെങ്കിലും എവിടെ ചെന്നാലും എടുക്കത്തില്ലെങ്കിലും ചുമ്മാ റേറ്റൊക്കെ തിരക്കുക. അതൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യം. അങ്ങനെ എല്ലാ കടയിൽ കയറി എല്ലാത്തിൻ്റെ റേറ്റൊക്കെ നോക്കി സെറ്റാക്കി എന്നാൽ വേണ്ട ചേച്ചി ഞങ്ങൾ പിന്നെ വരാമെന്നുള്ള മൈൻഡിൽ അവിടെ നിന്ന് ഇറങ്ങുക. അതാണ് നെക്സ്റ്റ് പരിപാടി. ഒന്നും അറിയാത്ത മൈൻഡിൽ അങ്ങ് ഇറങ്ങി പോവുക. 10 പോയി. പിന്നെ ദീ വരുന്നതെല്ലാം നമ്മുടെ ടീമാട്ടാ. സ്ലോ മോഷനിൽ നടന്ന തരത്തില്ലേ. കേസ് അപ്പോൾ എൻട്രി കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഓരോരുത്തർ ഫോട്ടോസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അറിയാമല്ലോ, പിന്നെ എവിടെ നല്ല സ്പോട്ട് കണ്ടാലും ആദ്യം എടുക്കുക ഫോട്ടോ. അതിന് മാത്രം സ്ഥലമുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ. കാരണം ഓരോ മൂലയും ഓരോ സ്ഥലവും അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മുടെ കൂട്ടത്തിലും മൈക്കിൾ ജാക്സൺ. സെക്കൻഡ് സീന. ഇപ്പം ഈ ഡോണപ്പോളയുടെ വ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ കണ്ടില്ലേ, ഇപ്പം കടല് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. പക്ഷെ ഒരു സീസൺ ടൈമിൽ വേറെ പൊളിയാണ്, ഒന്നും പറയാനില്ല. ഡോണപ്പോള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. എല്ലാം എടുക്കുന്നുണ്ടെന്നേ. സ്വാണി ഇപ്പൊ ഗോവയിലെ വെതർ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇത്രയാണ്. ഇടക്ക് മഴ പെയ്യും, ഇടക്ക് മഴ പെയ്യത്തില്ല. ഇപ്പൊ അങ്ങനെയാണ് ശരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. വലുതായിട്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല. ഗെയ്സ് പിന്നെ എവിടെ ചെന്നാലും എനിക്കിത് ഇതേപോലെയുള്ള ആൾക്കാർ കണ്ണുവെച്ചൊക്കെ നോക്കും, ഒരു ഫോട്ടോ എടുത്ത് തരുമോ. എനിക്കത് മനസ്സിലാകുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. കാരണം എനിക്കറിയാം, ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് ഫോട്ടോ എടുത്ത്, എനിക്ക് ആക്ച്വലി ഞാൻ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോഴും എനിക്കാരും ഫോട്ടോ എടുത്ത് തരാറൊന്നും. ഞാൻ പിന്നെ അത് എനിക്ക് മനസ്സിലാകുമ്പോൾ തന്നെ അറിയാം. ഫോട്ടോക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ പിന്നെ ഓടിച്ചെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുക, വീഡിയോസ് എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. കാരണം ഒരാൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക്, എനിക്കാണെങ്കിൽ പോലും എന്താ പറയുക, നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്ക് അതിനുള്ള ടൈം കാണത്തില്ല. പക്ഷെ നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഗെയ്സ്, അപ്പോൾ നമ്മളൊരു ആൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഡോണപ്പോളയുടെ വ്യൂ പോയിന്റിലോട്ട് കയറാനുള്ള പ്ലാനില്ല. ഇവിടെ വെച്ചാണ് കൂടുതലും ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ ആൾക്കാരുണ്ട്.
ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ചൂണ്ടിടാൻ വരുന്നുണ്ട്. കാരണം അത് നമുക്ക് പുറത്തുനിന്ന് ഔട്ട്സൈഡ്സ് കാണത്തില്ല, കൂടുതലും ലോക്കൽസ് ആയിരിക്കും. എടുക്കാം. മഴേനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മഴ പെയ്ത് ഗൈസ്. എല്ലാവരും ഒരു വിധത്തിൽ അവിടെ ഇവിടെ വന്നാൽ കയറി നിൽക്കാനൊരു സ്ഥലമില്ല. പിന്നെ നമ്മൾ ചെറിയ പന പോലത്തെ ഒരു സംഭവം കണ്ടു, അതിൻ്റെ താഴത്ത് എല്ലാവരും കൂടെ അടിച്ചു കുത്തി കയറി. കാരണം ചെറിയ മഴയേ ഉള്ളൂ, വലിയ മഴയൊന്നുമില്ല. എന്നാലും വലിയൊരു മഴ പെയ്ത് വരുന്നുണ്ട്. അപ്പം പിന്നെ വെറുതെ നനയണ്ട. കാരണം കയ്യിൽ ഫോണ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുടയും കാര്യങ്ങളൊന്നും ഇല്ല. മഴ പെയ്തപ്പോൾ ആക്ച്വലി നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം ക്ലൈമറ്റ് ഏകദേശം കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. പക്ഷേ ഇതൊക്കെയാണ് പ്രശ്നം. നമുക്ക് ഫോണ് കാര്യങ്ങൾ ആക്സസറീസ് ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് ലേഡീസ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടവരാണെങ്കിൽ എല്ലാം ഒലിച്ചു ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ മഴ മാറാതിന് രക്ഷയൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്തൊരു ഗ്യാപ്പ് കിട്ടി. നമ്മുടെ ഈ ചേട്ടൻ്റെ ഇവിടെ ഒരു കുട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുടയിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെയ്യുന്നു. കാരണം നല്ല ഫോണ് കാര്യങ്ങളൊന്നും നനയേണ്ടെന്ന് വിചാരിച്ചു. കുറേ പേരൊക്കെ മഴയത്തൊക്കെ നനഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഇതായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് സൈഡിലോട്ട് മാറിയിരുന്നു. ഈ മഴയൊന്നും മാറിയിട്ട് ഇറങ്ങാന്നുള്ളൊരു പ്ലാനിൽ. അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ എന്തായാലും ഒരു അരമണിക്കൂർ അവിടെ എന്തായാലും പോസ്റ്റായി. അതെ, ചുമ്മാ കേറ്. അപ്പൊ കുറെ പേരൊക്കെ അതേ കണ്ടിറങ്ങി വന്നു. നമ്മൾ പിന്നെ എപ്പോഴും ലാസ്റ്റ് ആയതുകൊണ്ട് പയ്യെ കയറത്തുള്ളൂ. എവിടെ ചെന്നാലും പയ്യെ പോയി പയ്യെ വരിക. കാരണം ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത്. അപ്പൊ ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു മാനേജർ, പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ കൂടെ വന്നൊരു ചേച്ചിയാണ്. അത് ഭയങ്കര സില്ലിയാണ്. അപ്പൊ ഗെയ്സ്, ഇതാണ് ഡോണാപ്പോള വ്യൂ പോയിന്റിലെ ടോപ്പിൽ നിന്നിട്ടുള്ളൊരു വ്യൂ. ഇപ്പം നമ്മൾ കാണുന്നത് ആക്ച്വലി അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ തന്നെ. ഇവിടെ വെച്ചാണ് എനിക്ക് തോന്നുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, സിംഗം, അങ്ങനത്തെ കുറേ പടങ്ങൾ കാര്യങ്ങളൊക്കെ വേണ്ടി ഷൂട്ട് ചെയ്ത്. ഒരു വ്യൂ നോക്കിയാൽ ഞങ്ങൾ ഏകദേശം ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് കണ്ട് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് ഞങ്ങൾ പയ്യെ ഇവിടുന്ന് റിട്ടേൺ തിരിക്കുക. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും കുറേ പേരൊക്കെ മേളിൽ തന്നെയാണ്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ അവിടെ വെച്ച് അവിടെ വെച്ചാണ് ആക്ച്വലി ആ ഒരു ഏരിയ ഉണ്ടല്ലേ, ആ ഒരു വൈറ്റ് കളർ, അവിടെ വെച്ചാണ് മറ്റേ നമ്മുടെ സാഗ്രിലെസ് ജാക്കിയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് ഫിലിമിൽ നടക്കുന്നുണ്ട്. എനിക്ക് അറിയാത്ത ഒരുപാട് ഫിലിം ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ മാക്സിമം ബാക്കിയുള്ളവരെയും കൂടെ പിക്ക് ചെയ്യുക, അവരെയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് നേരെ ബസ്സിൻ്റെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എല്ലാവരും പല പല സ്ഥലത്തായതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനൊന്നുമില്ല. എല്ലാവരും ഫോണിൽ കൂടെ വിളിച്ച് വരുത്തുക എന്നുള്ള മാത്രം ഓപ്ഷനേ ഉള്ളൂ. ഇപ്പം ആക്ച്വലി കടകളും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. കാരണം നമ്മളിപ്പോൾ ഒരു റെയിനിങ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറവായിരിക്കും. പിന്നെ ഇത് കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. പോകുന്ന വഴിക്ക് ഓരോന്നിനൊക്കെ ഒറ്റ സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്തിയാ ഇവിടെ ഹായ് ഗെയ്സ്, വേളാങ്കണ്ണി ബസ് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ബസ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ള ബസ് വെച്ചാണ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഇത് പറഞ്ഞിട്ടുള്ള എനിക്ക് വലിയ ലുക്ക് കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നു. പക്ഷെ അതിൻ്റെ അകത്തൊരു സബിൻ്റെ വർക്ക് എൻ്റെ പൊന്നൊന്നും പറയില്ല. അത്യാവശ്യം പൊളി വൈബാണ്ട. അപ്പം ഇതാണ് നമ്മൾ ആക്ച്വലി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുന്ന വഴി, മിറാമർ ബീച്ച്. മിറാമർ ബീച്ച് എന്ന് പറയുമ്പോൾ ഗോവയിൽ നിന്ന് കാറ്റാടി വരെ പൈൻമരം ഏറ്റവും കൂടുതലുള്ളത് മിറാമർ ബീച്ച്. നമ്മളിപ്പോൾ ഫുള്ള് കാറ്റാടി വരെ വരിക. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമ്മളത് കവർ ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയെന്ന് വെച്ചാൽ മാർക്കറ്റ്. പഞ്ചമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റ് എന്ന് പറയും. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തോട്ട് കുറേ കടകളും കാര്യങ്ങളുണ്ട്. ഒരു സ്ട്രീറ്റ് മോഡൽ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തോട്ട് കയറാം. വൈൻ്റെ അത് കണ്ടില്ലേ, ടോമിസ് വൈൻ, ആ ഒരു ഏരിയ ഫുള്ള് വൈൻ്റെ ഒരു ഏരിയ. ആ ഇത് ആക്ച്വലി ഇവിടുത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടുത്തെ ഒരു ബോംബെ സ്ട്രീറ്റ് പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ വേ ആണ്. അപ്പോൾ രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങൾ, ഷൂസ്, അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണ്. നമ്മുടെ വന്നാൽ തന്നെ നമുക്ക് അത്രയും റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും പറ്റും. അല്ല, ഒരുപാട് പേര് ഈ ചില സമയത്തൊക്കെ വരാൻ നേരം ഫുൾ ക്രൗഡായിരിക്കും. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാന്നുള്ള വൈബിൽ കയറിയതാണ്.
ഞാൻ കൂടുതലും ഡ്രസ്സ് കാര്യങ്ങൾ ഷൂസൊക്കെ വരാൻ നേരം ഞങ്ങൾ ഇവിടെ കയറും. അഫോർഡബിൾ ആയിട്ട് റേറ്റ് കുറച്ച് ഇത്രയും റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് എനിക്കും തോന്നുന്നില്ല. പിന്നെ മപ്സ ഒന്നും പറയില്ല. മപ്സയുടെ കുറിച്ച് ഞാനൊരു വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെൻ്റെ താഴത്തെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേറൊരു ഫീലാണ് മപ്സ മാർക്കറ്റ്. അത് ഇതിനെ വേറൊരു ഇതാണ്, ഇത് വേറൊരു ഫീലാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെ ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാർക്കറ്റ് ആയിരിക്കും. വലിയ മാർക്കറ്റാണ്. ബ്രാൻഡ് ആയിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനും റേറ്റ് കുറച്ച് ഇത്രയും വാങ്ങാൻ എനിക്ക് തോന്നുന്നു. ബീച്ച് സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കല്ലങ്കോട്ട് ആ ഒരു ബേസിലെ ബീച്ച് സാധനം കിട്ടത്തില്ല. നമ്മൾ ഈ കക്ക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരേ സാധനം ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ. ഇവിടെ കൂടുതൽ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം നല്ല റേറ്റ് കുറച്ച്. ഇത്രയും കടകൾ അടുപ്പിച്ചെടുക്കുക. പിന്നെ ബാർഗനിങ് അതെന്തായാലും മസ്റ്റാണ് ഗോവയിൽ. നമ്മൾ എവിടെ ചെന്നാലും ഇതൊക്കെ നമ്മുടെ ഗസ്റ്റാണ് നിൽക്കുന്നത്. എവിടെ ചെന്നാലും റേറ്റ് കാര്യങ്ങളൊക്കെ അവർ കൂട്ടിയേ പറയത്തുള്ളൂ. കാരണം അവർ കസ്റ്റമറാണ്, അവർക്കറിയാം ഒരുപാട് ഗസ്റ്റ് വരുന്നതുകൊണ്ട് എന്തായാലും ഒരുപാട് റേറ്റിൽ അവർ ഇതാക്കത്തില്ല. നമ്മളപ്പോൾ റേറ്റ് കുറച്ച് വേണം എപ്പോഴും പിടിക്കാൻ. അവരൊരു 400 പറഞ്ഞാൽ നമ്മളൊരു 200 പിടിക്കുക. പിന്നെ അതും ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ആക്ച്വലി ഇങ്ങനെ റേറ്റ് ചവിട്ടുക, അത് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത കടയിൽ പോവുക. ഇങ്ങോട്ട് ഈ വഴി കയറി നോക്കാം. ഈ സമയം ഞാൻ നിങ്ങളെ ഉള്ളിൽ കാണിച്ചു തരാം. ഓരോ ബിൽഡിങ്ങിൻ്റെ അകത്തും ഒരുപാട് മാർക്കറ്റ് പോലും ഉണ്ട്. ഇതാണല്ലേ ഇപ്പം നമ്മൾ കയറിയതിൻ്റെ തൊട്ട് സൈഡിലൊരു മാർക്കറ്റ് പോലും ഉണ്ട്. ഇവിടെ ആക്ച്വലി വരുന്നതെന്ന് പറയുമ്പോൾ ഫുള്ള് ഫ്രൂട്ട്സ് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഫുള്ള് ഫിഷ് മാർക്കറ്റ്. പിന്നെ ഇതിൻ്റെ മേളിലോട്ട് കയറുന്നതിൻ്റെ അവിടെ ഒരുപാടുണ്ട്. നമ്മൾ പുറത്ത് ക്രൗഡില്ലാന്നെങ്കിലും ഇതേപോലത്തുള്ള ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇതേപോലെ കണ്ടില്ലേ, പുറത്തുനിന്ന് കാണുമ്പോൾ ബിൽഡിംഗ് ആണെന്നേ തോന്നത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഞാനും ആദ്യം വരാൻ തന്നെ ഞാൻ ആലോചിച്ചത് ബിൽഡിംഗ് ആണ്, ഇവിടെ മാർക്കറ്റ് എന്ന്. പിന്നെയാണ് മനസ്സിലായത് ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇതേപോലെ ഇവിടെ ഉള്ള ഓരോ ബിൽഡിങ്ങിൻ്റെ അകത്തും കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളൊരു വിൽപ്പന. ഞങ്ങൾ പണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പണ്ട് ഇവിടെ വരുമായിരുന്നു. എൻ്റെ മേളിൽ ആ കാണുന്ന മൊത്തം മാർക്കറ്റാണ്. എന്ന് വെച്ചാൽ അവിടെ മൊത്തം കടകൾ, ഒരു ആക്സസറീസ് കാര്യങ്ങൾ, ഡ്രസ്സ് സ്റ്റോറ്. നമ്മൾ ഈ എറണാകുളത്ത് വരാൻ നേരം മേനകയിലൊക്കെ പോകത്തില്ല, അതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലും അവിടെ എല്ലാം കടകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരുപാട് സ്നാക്സ്, പിന്നെ സ്വീറ്റ്സ്, ഗോവൻ ഐറ്റംസ്, പിന്നെ കാഷ്യൂ നട്ട്സ് എന്തായാലും കുറേ ഉണ്ട് ഇവിടെ. പല ടൈപ്പിൽ പല വെറൈറ്റീസ് ഓഫ് ലോട്ട് ഓഫ് ബാഗ്, ഡ്രസ്സ്, ഒരുപാട് കടകളുണ്ട്. ഗെയ്സ് അപ്പോൾ നേരെ മാർക്കറ്റ് കഴിഞ്ഞ് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറേ പർച്ചേസ്. അപ്പോൾ എല്ലാവരും പല വഴിക്ക് പോയിരിക്കുമോ. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് ബസ്സിനെ കൊണ്ട് പോകും. അപ്പോൾ കുറച്ച് പേര് എന്തായാലും ബസ്സിന് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഓൾറെഡി ഇവിടെ ആയതുകൊണ്ട് പിന്നെ വേറെ സാധനങ്ങളോ ഒന്നും പർച്ചേസ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഓൾറെഡി എൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, ആൻഡാണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് ഞാനിപ്പോൾ വേറൊരു വാച്ച് എടുത്ത് നേരെ ഇനി പാർക്കിങ്ങിലോട്ട് പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇനി ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അടുത്ത ഓൾഡ് വാച്ച് ചർച്ച് വിസിറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ടൈം കാണത്തില്ല, പിന്നെ റിട്ടേൺ പോകാനുള്ള ടൈമേ കാണത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ ബസ്സിൻ്റെ കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. കോട്ടല്ല കിട്ടുന്ന കൈക്ക് കവറാ കിട്ടുള്ളൂ. അതാ കോട്ടിന് മറിച്ചിട്ട് കുപ്പി കാണാൻ വേണ്ടിട്ട് കോമ്പറ്റീഷൻ. Ready? Go. Guys, we are going to the... അപ്പോൾ ഗൈസ് സമയം ഏകദേശം 2:30 ആയി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് മാർക്കറ്റും ഇതെല്ലാം കവർ ചെയ്ത് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഓൾഡ് വാച്ച് ചർച്ചാണ്. ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്റർ, 11 ഒരു 13 കിലോമീറ്റർ അടുത്ത് ഡിസ്റ്റൻസ് പിന്നെയും പറ്റും. നമ്മൾ മഴയൊക്കെ ചാറിയുണ്ട്, പിന്നെ അധികം നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ നേരെ ഇനിയിപ്പോൾ ഒറ്റ മൈൻഡിൽ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഞാൻ പറഞ്ഞ കസിന കിടക്കുന്ന ഫുള്ള് കസിനേഴ്സാണ്. ഏകദേശം ഒരു 6 മണി ആ ടൈമൊക്കെ ഒരു റോഡ് ഫുള്ള് കവറായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കസിനയാണ് ഫോക്കസ് ചെയ്യുന്നത്. പണ്ട് കസിനാകുമ്പോൾ രാത്രി പണ്ട് മഴയൊക്കെ ഈ ടൈമിലൊക്കെ മഴ കൊണ്ടിരിക്കും. പിന്നെ രാത്രി കഴിഞ്ഞാൽ എല്ലാവരും പണ്ട് കസിന അത്യാവശ്യം ഉണ്ട്. അതിൽ ബിഗ്ഗാഡി ഡെൽഫിനൊക്കെ ഉണ്ട്. അത്യാവശ്യം മജസ്റ്റിക് റൈഡ് അതൊക്കെ അത്യാവശ്യം സെറ്റാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡ് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി നേരെ പോകുന്നത് ഓൾഡ് വാച്ച് ചർച്ചിലേക്കാണ്. ഇതാ കാണുന്നതാണ് ചർച്ചിൻ്റെ ഒരു ഇത്. ആ കാണുന്ന ഒരു വലിയ
ബ്രൗൺ കളറിൽ ഇത് കാണുന്നില്ല, അത് ഓൾഡ് ഗോവ ആണ്, ബസിലിക്ക ചർച്ച്. ഇനിയിപ്പോൾ നേരെ പോവുക ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്നലെ നമുക്ക് കേരള ഫുഡായിരുന്നു. ഇന്ന് ആക്ച്വലി നമുക്ക് ഇവിടെ കേരള ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഗോവൻ സ്റ്റൈലായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഗോവൻ താലി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഗോവൻ താലി കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഓൾഡ് ഗോവ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ വണ്ടിയപ്പോൾ നേരെ ഹോട്ടലിലേക്ക് ആദ്യം പോകുന്നു. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നേരെ ചർച്ചിലേക്ക് കയറാമെന്നുള്ള പ്ലാനാണ്. കാരണം ചർച്ചിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ലേറ്റ് ആവും. ആ സമയത്തേക്ക് ഏകദേശം ഇപ്പം തന്നെ 3 മണിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. ഇവിടെ വന്നാൽ തന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. കാരണം കേരള ഫുഡ് കിട്ടുന്നതുണ്ട്, പിന്നെ അതുപോലെ കഴിഞ്ഞിട്ട് തമിഴ് ഫുഡുണ്ട്, പിന്നെ ഒരുപാട് ഗുജറാത്തി, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഫുഡുണ്ട്. അപ്പം നമുക്ക് ആൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന ഇവിടാണ്. ഇവിടെ ആകുമ്പോൾ ഗോവൻ ഫുഡ് ഞാൻ ഒരു ടൈം വന്നിട്ടോ ഓക്കെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തായാലും സെറ്റാണ്. ഓൾഡ് ഗോവ റെസിഡൻസി. മഴ ഈ ടൈമൊക്കെ എന്തായാലും മഴ എന്തായാലും കുറച്ച് കൂടിയിട്ടുണ്ട്. ഒക്കെ എന്ത് മഴ, 2 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് മഴ എന്ത് വെയിൽ, അതാണ്. അങ്ങനെ ഗെയ്സ് ഫുഡൊക്കെ കഴിച്ചിന് നേരെ ഓൾഡ് ഗോവ ചർച്ചിലേക്ക്. മഴ അത്യാവശ്യം ഇപ്പോഴും ഉണ്ട്, പക്ഷെ നമുക്കൊന്നും കുഴപ്പമില്ല. എല്ലാവരും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചില്ല. ആൻറ്റിയൊക്കെ സൂപ്പറാ കണ്ടില്ലേ, ആള് നമ്മുടെ ഒരു നാട്ടുകാരിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ ഓൾഡ് ഗോവ ചർച്ച്, പിന്നെ ആർക്കിയോളജി മ്യൂസിയം, ഇത് രണ്ടുമാണ് നമുക്കിനി കവർ ചെയ്യാനുള്ളത്. ആ കാണുന്നതാണ് ആർക്കിയോളജി മ്യൂസിയം, പുതിയ ചർച്ച്. അപ്പോൾ ഇതാണ് ഓൾഡ് ഗോവ ചർച്ച്. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് ചില്ലാണ്. ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഡേ 2 നമ്മൾ എല്ലാവരും സെറ്റ് ചെയ്തു. പക്ഷേ മഴയൊക്കെ ആയിരുന്നാലും നമ്മൾ കുറച്ചൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് മാക്സിമം പോകുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് ഗോവൻ താലിയൊക്കെ കഴിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ റിട്ടേൺ റൂമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞു. പിന്നെ അവർ ഇന്നൊരു ഡിന്നർ ക്രൂസ് ഉണ്ട്, നാളെ ഏർലി മോർണിംഗിൽ അവർ പോകും. സോ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.